ഒരു ഹോസ്പിറ്റലിലെ കഫറ്റീരിയയിൽ നടന്നൊരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കുറേ റിസർച്ചേഴ്സൊക്കെ കൂടിയിട്ട് ഈ കഫറ്റീരിയയിൽ വരുന്ന ആൾക്കാരുടെ ഫുഡ് ഹാബിറ്റ്സ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് അവർക്കൊരു ഐഡിയ കിട്ടിയത്. അവർ ചെയ്ത കാര്യം വളരെ സിമ്പിളാണ്, പക്ഷെ വളരെ ഇമ്പാക്റ്റാണ് അത് ഉണ്ടാക്കിയത്. അവർ നോർമലി ചെന്നിട്ട് ആരോടും ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുകയോ സ്പീച്ച് പറയുകയോ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കണം, നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണം എന്നൊന്നും ചെയ്തില്ല. അവർ ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞാൽ, കുറേ റിഫ്രിജറേറ്റഡ്സ് ഉണ്ടാവും കഫേയിൽ. അതിൽ മെയിൻലി ഈ കഫറ്റീരിയയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോക്കാണ്, കോക്ക് ബോട്ടിൽസ്. അവരത് ജസ്റ്റ് റീപ്ലേസ് ചെയ്തു. ഫുള്ള് കോക്ക് റീപ്ലേസ് ചെയ്തിട്ടില്ല, പക്ഷേ ഒരു 50% കോക്ക് ബോട്ടിൽ അതിൻ്റെ ഒപ്പം 50% വാട്ടർ ബോട്ടിലാക്കി മാറ്റി. എന്നിട്ട് നമ്പർ ഓഫ് റിഫ്രിജറേറ്റഡ്സ് കൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവർ ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി നോക്കിയപ്പം ആൾക്കാർ കോക്ക് കൺസംഷൻ അറൗണ്ട് 10% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വാട്ടർ കൺസംഷൻ 25% അറൗണ്ട് ആയിട്ട് കൂടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇതിൽ ജസ്റ്റ് ഒരു സിമ്പിൾ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ചോയ്സ് മാറിയത് അവരുടെ എൻവിറോൺമെൻറ്റ് മാറിയത് കൊണ്ടാണ്. അല്ലാതെ സഡൻലി ആരുടെയും വിൽ പവർ കൂടിയിട്ടില്ല, ആരുടെയും ഡിസിപ്ലിന് വർദ്ധിച്ചിട്ടില്ല. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംടൈംസ് അവർ ബിഹേവിയർ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അവർ സറൗണ്ടിങ്സ്.